പ്രിയമുള്ളവരെ നമസ്കാരം. ഇത് ജാർഖണ്ഡ് സ്വദേശി ഷാനവാസ് ആണ്. അദ്ദേഹം പുതിയകാവിന് പടിഞ്ഞാറ് കൊച്ചാലമ്മോട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന തബ്ലീഗ് പള്ളിയിലെ ഇമാമാണ്. അദ്ദേഹം ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ തേങ്ങയിടാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. अस्सलाम वालेकुम भैया। वालेकुम अस्सलाम। आप किधर से? झारखंड। झारखंड में कितना साल हो गया केरला में? केरला में 1 साल, अभी जनवरी में 1 साल हो जाएगा। मलयालम मालूम है? नहीं, थोड़ा भी मालूम नहीं? थोड़ा भी नहीं। कैसे? थोड़ा बहुत थोड़ा मालूम। अभी किधर काम करते हैं? दूसरा क्या काम है? दूसरा इधर कुचाली मोड़ में नौशाद भाई पल्ली ले उस्ताद। ये तबलीग मस्जिद में इमाम है। हाँ। अच्छा, उसका बाद ये आप ये काम के जाएगा? हाँ, उसके बाद में सुबह 7 बजे 8 बजे यानी नमाज के बाद से 12 बजे जोहर का नमाज होगा, तो वो 4-5 घंटा रूम में रहने का है। हाँ, वो खाली खाली रूम में रहेगा तो अच्छा नहीं लगता है ना। किधर रहते हैं आप? इधर ही नौशाद भाई के रूम में, कोचालमूड में, फैमिली के साथ? फैमिली के साथ। अच्छा, आपको ये दूसरा जगह में नारियल के लिए काम के लिए जाएगा? हाँ, नारियल के लिए जाएगा, लेकिन वो ज्यादा दूर नहीं जाएगा, 1-2 किलोमीटर में रहेगा। जाएगा। आपको नंबर इधर में लिखेगा, कोई भी कॉल करेगा आप जाएगा। सही है? जाएगा। अच्छा, എത്ര വർഷമായി ഇവന് ഇവിടെ? 1 വർഷം കൊണ്ട് എന്റെ കൂടെ ജോലി ചെയ്യാം. 1 വർഷം പള്ളിയിലെ ഇമാം. അത് കഴിഞ്ഞിട്ട് അവന് ഈ തേങ്ങടാൻ സാന്ത്വനം കൊടുത്തിരിക്കും, 18 കൊടുത്തിരിക്കും. ഇത് അവന്റെ ഉപജീവനം പറഞ്ഞു. ആണ്. അതായത് ഈ സമയമാകുമ്പം കറക്റ്റ് ഇവിടെ എത്തൂല്ലേ? 2 കിലോമീറ്ററിനുള്ളിൽ ഇവിടെ പോയാൽ ആര് വിളിച്ചാലും പോകും. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ വരും. വൃത്തിയായി പള്ളി വരും. അടുത്ത പള്ളി അത് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ജോലിക്ക് ആരും ഒന്ന് വിളിച്ചാലും പോവും. പള്ളിയിലെ ജോലികൾ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ കൊച്ചാലമ്മൂടിന്റെ മേഖലകളിൽ ഏതാണ്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവുകളിലെല്ലാം പോയി തേങ്ങ ഇട്ട് കൊടുക്കുന്ന ആ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു യുവാവ് കൂടിയാണ് ഈ പള്ളിയിലെ ഇമാമായ ഷാനവാസ്. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുമ്പോൾ വളരെ വേറിട്ട ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് പള്ളിയിലെ ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ട് ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ തേങ്ങ ഇടുന്ന ആ ജോലി അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് ഇദ്ദേഹത്തെ ബന്ധപ്പെടുവാനുള്ള നമ്പർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. വേണ്ടവർ വിളിക്കുക. ഓക്കെ, നന്ദി.